ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കെംജിയുടെ 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ കെമ്മാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ടൈമിന് അവൻ എന്തൊക്കെയോ ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ മറ്റൊരു സ്വപ്ന ലോകത്തേക്ക് ഇങ്ങനെ എത്തിപ്പെട്ടാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും ഏതൊരു പെൺകുട്ടിയുടെ കരച്ചിലും ചിരിയും മണിയടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അവൻ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവൻ ഇങ്ങനെ ചുറ്റും നോക്കിയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ മറ്റൊരു സ്ഥലത്തേക്ക് എത്താണ്. ഈ ഒരു സ്ഥലം അവൻ്റെ കഴിഞ്ഞ ജന്മം, അതായത് നമ്മുടെ കെമ്മിക്കേനെയും പവാത്തിനെയും കാണുന്ന ടൈമിന് കെമ്മിക്കയും പവാത്തും താമസിച്ചിരുന്ന ഒരു വീട്, അവിടെ അവൻ എത്തുവാണ്. ആ ഒരു സീനിൽ പെട്ടെന്ന് പവാത്താണെങ്കിൽ വണ്ടി കയറി പോകുന്നത് കാണിക്കുന്നുണ്ട്. എന്നാൽ പവാത്തിൻ്റെ മുഖം അവൻ കാണിക്കുന്നില്ല. അതേസമയം കെമ്മിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ചായോസ് അവൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ആ ഒരു കണ്ണീർ തുടച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം അവനിങ്ങനെ ഉറങ്ങുന്ന വീണ്ടും കാണിക്കുവാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട അതേ സീൻ തന്നെയാണ്. ചായോസ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പതുക്കെ അവൻ്റെ കവിളിൽ കൈവയ്ക്കുന്നുണ്ട്, അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ചായോസ് പോയി കഴിയുന്നതും കെമ്മാണി കണ്ണു ഉറക്കുന്നുണ്ട്. അടുത്ത് പീമിനെ കാണിക്കുമ്പോൾ പീമിപ്പോൾ ആ ഒരു പാമ്പിനെ കാണാനായിട്ട് വന്നേക്കാണ്. ആ ഒരു പാമ്പ് ഒരു മനുഷ്യ രൂപത്തിലായത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്കറിയാം ആ ഒരു 3 പയ്യന്മാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നീ എൻ്റെ അടുത്തേക്ക് വന്നതെന്ന്. പക്ഷെ അവരെ പിടിച്ചു വെച്ചത് ഞാനല്ല, അത് മറ്റൊരാൾ ചെയ്ത പരിപാടിയാണെന്ന് പറയുന്നുണ്ട്. പീമിനോട് ഇങ്ങനെ സംസാരിക്കുന്ന ഇയാളുടെ പേര് പുച്ചോങ് എന്നാണ്. പുച്ചോങ് അങ്ങനെ പീമിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞതും അവിടെയാണെങ്കിൽ 3 സ്ത്രീകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിലൊരു സ്ത്രീയാണെങ്കിൽ ദേഹത്ത് ആത്മാവ് കയറിയതുപോലെയാണ് പെരുമാറുന്നത്. ബാക്കി 2 സ്ത്രീകളും ഞങ്ങൾക്ക് ഇവളെ അടക്കി നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പുച്ചോങ് ആണെങ്കിൽ എന്തൊരു ശക്തി കാണിക്കുന്നുണ്ട്. ആ ഒരു സ്ത്രീയാണെങ്കിൽ ഓക്കെ ആവുന്നുണ്ട്. അതേസമയം ചാണാണെങ്കിൽ ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കും ഒരു സ്ത്രീയുടെ ശബ്ദം അവന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ചാൺ, നീ എഴുന്നേക്ക് എഴുന്നേക്ക്, കെമ്മിനെ രക്ഷിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ സംസാരിക്കുന്നത് കെമ്മിൻ്റെ അമ്മയാണ്. അമ്മ മരിച്ചെങ്കിലും കെമ്മിനെ സംരക്ഷിക്കാനായിട്ട് അവരിപ്പോഴും കൂടെ തന്നെയുണ്ട്. അങ്ങനെ ആ ഒരു ശബ്ദം കേൾക്കുന്നതും ചാൺ എഴുന്നേൽക്കുന്നുണ്ട്. നോക്കുമ്പോൾ ബെഡിൽ കെമ്മ് ഉണ്ടാകുന്നില്ല. അങ്ങനെ ചാൺ ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. ചാൺ കാണുന്നത് കെമ്മാണെങ്കിൽ കാട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അങ്ങനെ ചാൺ കെമ്മിനെ വിളിക്കുന്നുണ്ട്. കെമ്മാണെങ്കിൽ അപ്പോൾ ചാണിനും തിരിഞ്ഞു നോക്കിയിട്ട് പെട്ടെന്നൊരു പുകയായിട്ട് മാങ്ങി പോവാണ്. ചാണിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാതെ അവൻ ടെൻഷനായി കെമ്മെന്ന് തന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അതേസമയം വീണ്ടും പുച്ചോങ്ങാണെങ്കിൽ പീമിനോട് സംസാരിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, ആ ഒരു 3 പയ്യന്മാരെയും രക്ഷിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാം. ആരോ ഒരാൾ എൻ്റെ കാട്ടിലേക്ക് അധികാരമില്ലാതെ കയറിയിട്ടുണ്ട്. അയാൾ ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ. അയാൾക്ക് നീയുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം തന്നെ അയാൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ ഒരു 3 പയ്യന്മാർ മാത്രമല്ല, മറ്റാളുടെ ആത്മാവും കൂടെ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് ആ 3 പയ്യന്മാർ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. മറ്റേ ആളുടെ ആത്മാവിനെ ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ട നീ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം പീം നിങ്ങളിത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതേസമയം ഇത്രയും നേരം പീം ഇയാളോട് സംസാരിക്കുമ്പോൾ പീം ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ആത്മാവ് മാത്രമായിരുന്നു ഇവിടെ ഇട്ടായിരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സംസാരം കഴിയുന്നതും അവൻ്റെ ആത്മാവ് തിരിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. അവനിപ്പോഴും അവൻ്റെ വീട്ടിൽ ആ ഒരു പൂജ ചെയ്യുന്ന മുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അവൻ നോക്കുമ്പോൾ ഇവൻ്റെ അടുത്തേക്ക് ഞാനും ജെറ്റും വന്നിട്ട് പറയുന്നുണ്ട്, കെമ്മിനെ കാണുന്നില്ല, അവൻ എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യേ പ്ലീസ്, കെമ്മിനൊന്ന് കണ്ടുപിടിക്കാനായിട്ട്. ആ സമയം പീമാണെങ്കിൽ ഓക്കെ ഞാൻ ചെയ്യാം, പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളാണെങ്കിൽ ഇവിടെ കത്തിയിരിക്കുന്ന തീ അണയാതെ നോക്കണം. അതേപോലെ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്നെ കണ്ടില്ലെങ്കിൽ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ എൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം കെമ്മിനെ കാണിക്കുവാണെങ്കിൽ കെമ്മി ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിൽ കെമ്മിക്കേനെ ചായോസ് ആണെങ്കിൽ പ്രപ്പോസ് ചെയ്യാനായിട്ട് രാത്രി ടൈമിൽ ഒരു ഡിന്നർ ഡേറ്റ് പോലെ അറേഞ്ച് ചെയ്തിട്ട് കെമ്മിക്കേനെ വിളിച്ച സീൻ നമ്മൾ കണ്ടതാണ്. അതേ ഒരു സീനിലേക്ക് അതേപോലെ തന്നെ ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതിലേക്കാണ് ഇപ്പോൾ കെമ്മ് എത്തി നിൽക്കുന്നത്. കെമ്മിന് ഇത് ഏതാ സ്ഥലമൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൻ ചുറ്റും നോക്കുന്ന സമയത്ത് പവാത്തും കെമ്മിക്കയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അവന് കാണാൻ പറ്റുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ എല്ലാം തന്നെ ഓർമ്മ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് പവാത്തിനെ കാത്ത് കെമ്മിക്ക് ഡെയിലി ഇരിക്കുന്നുണ്ടായിരുന്നു. ചായോസ് പ്രപ്പോസ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. കെമ്മിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിന് ഒരു ദിവസം ഒരു ലെറ്റർ വരാണ്. അത് ചായോസ് ആണെങ്കിൽ കെമ്മിക്കരായി കൊണ്ട് കൊടുക്കുന്നുണ്ട്. കെമ്മിക്ക് അത് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് പവാത്ത് ഒരു യുദ്ധത്തിൽ എന്തോ മരിച്ചു പോയി എന്നാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും അവൾ വല്ലാണ്ടാവുന്നുണ്ട്. ഇങ്ങനെ അവൻ മരിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അവന് വേണ്ടി കാത്തിരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് കരയാനായി തുടങ്ങുന്നുണ്ട്. ചായോസ് അവളെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ കെമ്മിക്ക് ഹാർട്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് ശ്വാസം വിടാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ചായോസ് ആണെങ്കിൽ കുഴപ്പമില്ല നേരെ ഒന്ന് ശ്വാസം വിടുന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഉറക്കെ കിടന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ആരും വരുന്നില്ല. അവളാണെങ്കിൽ അവിടെ വെച്ച് മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഇതുൾപ്പെടെ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയാണോ നടന്നത് അതെല്ലാം തന്നെ കെമ്മിന് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ കെം അതെല്ലാം ഇങ്ങനെ ഓർത്തിട്ട് നിൽക്കുന്ന ടൈമിൽ അവൻ്റെ മുന്നിലേക്ക് ചായോസ് വരാണ്. ചായോസ് വന്നിട്ട് ഇപ്പം നിനക്കെല്ലാം ഓർമ്മ വന്നോ, ഇനിയെങ്കിലും നീയാണെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യാവോ, മുമ്പ് പ്രോമിസ് ചെയ്ത പോലെ തന്നെ നിനക്ക് ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം, നീ എന്നോട് ഇവിടെ നിൽക്ക്, നീ ഇവിടെ നിന്ന് പോകരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ കെമ്മാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ മരിച്ചെന്നല്ലേ എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം അവൻ്റെ ആത്മാവ് മാത്രമാണ് ഇവിടെ ഉള്ളത്, കെമ്മിൻ്റെ ശരീരം ഇവിടെ ഇല്ല. എന്നാൽ അതൊന്നും ചായോസ് മൈൻഡ് ചെയ്യുന്നില്ല. എന്നോട് നിൽക്കാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും നമ്മളെ കാണിക്കുന്നത്. ആദ്യമൊക്കെ കാണുമ്പോഴത്തേക്കും ആ റൂം നല്ല വെളിച്ചമുള്ളതായിരുന്നു. എന്നാൽ ശരിക്കുള്ള സിറ്റുവേഷനിൽ ആ റൂം വലയൊക്കെ പിടിച്ച് ഇരുണ്ട് കിടക്കുന്ന ഒരു റൂമാണ്. അവിടെ നിന്നാണ് അവരിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചായോസ് ആണെങ്കിൽ ഇവനെ കിസ് ചെയ്യാനും വരുന്നുണ്ട്. എന്നാൽ കെമ്മാനെ തള്ളി മാറ്റിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ചായോസിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്.
മനുഷ്യരൂപത്തിരുന്ന ചായോസ് പ്രേതത്തിൻ്റെ രൂപത്തിലായി മാറുന്നുണ്ട്. എത്ര കാലം നീ എന്നെ ഇനി റിജക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കെമ്മിന് ഉപദ്രവിക്കാനായി വരാണ്. എന്നാൽ ആ സമയം പെട്ടെന്ന് കെമ്മിൻ്റെ അമ്മയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ചായോസിനെ പിടിച്ച് മാറ്റിയിട്ട് കെമ്മിനെയും കൊണ്ട് മറ്റൊരു റൂമിൻ്റെ അകത്തേക്ക് ഒരു ഡോർ അടയ്ക്കുകയാണ്. അമ്മയുടെ ആത്മാവിനെ കാണാൻ പറ്റിയ സന്തോഷത്തിൽ അവൻ അമ്മേനെ ഹഗ് ചെയ്യുന്നുണ്ട്. അമ്മ അപ്പം പറയുന്നുണ്ട്, ഇത്രയും വർഷം ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, നിൻ്റെ മുന്നിലേക്ക് വരണമെന്ന് ഞാൻ വിചാരിച്ചാണ്, എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, ഐ എം സോറി എന്നൊക്കെ പറയുമ്പോൾ കെമ്മ് പറയുന്നുണ്ട്, ഇല്ല അമ്മ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ അങ്ങോട്ടേക്ക് ചായോസ് കയറി വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ചായോസ് വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും കാണുന്നില്ല. അവർ രണ്ടുപേരും അവിടെയുള്ള അലമാരയ്ക്കകത്ത് ഒളിച്ച് നിൽക്കുമായിരുന്നു. ചായോസ് അവിടെ മൊത്തം നോക്കുന്നുണ്ട്. ആ ഒരു അലമാരയുടെ അടുത്തേക്കും വരുന്നുണ്ട്. എന്നാൽ അവൻ അവിടെ ചെക്ക് ചെയ്യുന്നില്ല. ആ ഒരു മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും കെമ്മും അമ്മയും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അമ്മയാണെങ്കിൽ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ നേരെ പീവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം, വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചായോസ് വന്നിട്ട് കെമ്മിൻ്റെ അമ്മേനെ ആ ഒരു അലമാരയ്ക്കകത്ത് പിടിച്ചിട്ട് അടച്ചിടുന്നുണ്ട്. കെമ്മിൻ്റെ അമ്മയുടെ അടുത്ത് ഇതെൻ്റെ സ്ഥലമാണെന്ന് നിനക്ക് തന്നെ അറിയത്തില്ലേ, എന്തിനു നീ ഇടപെടാൻ വരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം കെമ്മിൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ മോനെ വെറുതെ വിട് പ്ലീസ് പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കെമ്മ സമയം പ്ലീസ് എന്നെ വെറുതെ വിടാൻ പറഞ്ഞിട്ട് അവൻ പേടിച്ച് കരയാണ്. ആ സമയം ചായോസ് പറയുന്നുണ്ട്, 80 വർഷത്തോളമായിട്ട് ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേ, എന്നിട്ട് പോലും നിനക്ക് എന്നെ വേണ്ടേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് പീമിൻ്റെ ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെടാണ്. പീമ് വന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞ് ചായോസിനെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ആ സമയം ചായോസ് പറയുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ വഴിയിൽ ഇങ്ങനെ കയറി വരുന്നത്, കഴിഞ്ഞ ജന്മത്തിൽ നീ കാരണം അവൾ ഒത്തിരി കഷ്ടപ്പെട്ടു, നീ കാരണമാണ് അവൾ മരിക്കുക പോലും ചെയ്തത്, ഈ ജന്മത്തിൽ നീ അവനെ സ്നേഹിക്കുന്ന പോലുമില്ല, അപ്പോൾ പിന്നെ നീ എന്തിനിടയ്ക്ക് വരുന്നു, ഞാൻ അവനെ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഭീം അപ്പോൾ ചായോസിൻ്റെ അടുത്ത്, നീ ശരിക്കും അവനെ സ്നേഹിക്കുന്നുണ്ടോ, ഒരിക്കലും ഇല്ല, നീ നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്, അത് മുമ്പും അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നീ തന്നെ കെമ്മിൻ്റെ മുഖത്തേക്ക് നോക്ക്, അവൻ കരയുന്ന കണ്ടില്ലേ, നീ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അവനെ നീ എന്തിനു കരയിപ്പിക്കുന്നു, നീയാണെങ്കിൽ അവനെ സ്നേഹിക്കുന്നില്ല, അവൻ്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം കെമ്മാണെങ്കിൽ അവിടെ നിന്ന് കരയുമായിരുന്നു. ആ ഒരു ടൈമിന് ഭീമിൻ്റെ ആത്മാവ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് 1 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭീമാണെങ്കിൽ ജെറ്റിനോടും ചാണിനോടും പറഞ്ഞ പോലെ അവരൊരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് അവൻ്റെ ആത്മാവിനെ തിരിച്ച് വിളിക്കുന്നുണ്ട്. തിരിച്ച് ആത്മാവ് വരുന്ന ടൈമിന് ഭീമാണെങ്കിൽ ചായോസിൻ്റെ ആത്മാവിനെ കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ച് ഭീം എത്തിയ ഉടനെ തന്നെ ജെറ്റിൻ്റെ അടുത്ത് അവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു കുടം എടുക്കാനായിട്ട് പറയുന്നുണ്ട്. അത് എടുക്കുന്നതും ചായോസിൻ്റെ ആത്മാവിനെ അതിൻ്റെ അകത്ത് വെച്ച് അവർ മന്ത്രമൊക്കെ പറയാൻ കെട്ടി വെക്കുന്നുണ്ട്. ആ സമയം ചാണും ജെറ്റും കൂടെ ആയിട്ട് കെമ്മ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഭീം അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് നേരെ കാട്ടിലേക്ക് പോവാണ്. കുറച്ച് ദൂരം കാട്ടിനുള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ഭീമാണെങ്കിൽ ചാണിനോട് പറയുന്നുണ്ട്, നിന്റെ ചിന്താശക്തിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, നീയാണെങ്കിൽ കെമ്മ എവിടെയായിരിക്കും ഉള്ളതെന്ന് കണ്ണടച്ച് വിചാരിച്ചു നോക്ക്, നിൻ്റെ മനസ്സ് ഏത് വഴിയാണോ പറയുന്നത് അങ്ങോട്ടേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ കണ്ണടച്ച് വിചാരിക്കുമ്പോൾ ചാണാണെങ്കിൽ കെമ്മ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ബോധമില്ലാതെ കിടക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അത് വഴിയെന്ന് പറഞ്ഞിട്ട് നേരെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കെമ്മിനെ കാണുന്നില്ല. ഭീമാ സമയം ഒരു മരത്തിന് നേർക്ക് നോക്കുന്നുണ്ട്. എന്നിട്ടൊരു മന്ത്രം പറയുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കെമ്മ് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നാൽ കെമ്മിന് ബോധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭീമ് ഞാൻ അവനെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോയി ബെഡിൽ കിടത്തുന്ന ടൈമിന് കെമ്മാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, അവന് ബോധം ഇല്ലെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ഭീമാണെങ്കിൽ എന്തൊക്കെയൊരു മന്ത്രം പറയുന്നുണ്ട് കെമ്മിനൊന്ന് കൂൾ ഡൗൺ ആക്കാനായിട്ട്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. കെമ്മിക മരിച്ചതിന് ശേഷം പവാത്ത് ശരിക്കും അവളെ മരണാന്തര ചടങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പവാത്ത് മരിച്ചിട്ടില്ലായിരുന്നു. പവാത്ത് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വന്ന ലെറ്റർ അത് ശരിക്കും ചായോസ് ചെയ്തു കൂട്ടിയൊരു പരിപാടിയായിരുന്നു. അവൾക്ക് പവാത്തിനോട് ഇഷ്ടം മറന്നിട്ട് അവനെ സ്നേഹിക്കാനായിട്ട്. എന്നാൽ അത് കാരണം ആ ഒരു ഷോക്കിൽ ഹാർട്ടിന് പ്രോബ്ലം വന്ന് അവൾ മരിക്കുമെന്ന് അവനൊട്ടും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ പവാത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ ചേട്ടനല്ലേ, അവൾ നിൻ്റെ കൂട്ടുകാരിയായിരുന്നല്ലേ, ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ മാത്രമായിട്ട് നിനക്ക് എങ്ങനെ പറ്റി, നീ എന്തിനാ അവളെ കൊന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അതേസമയം കെമ്മിൻ്റെ ആത്മാവ് ഇവിടെ നിന്നിട്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കെമ്മിന് ഈ നടന്ന കാര്യങ്ങളും ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു ടൈമിന് കാര്യങ്ങൾ കാണുമ്പോൾ അവനും സങ്കടം വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ അവനായിരുന്നു കെമ്മിക. സോ അവൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്ന കാണുമ്പോഴത്തേക്കും അവന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ചായോസിനോട് പവാത്താണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ, എൻ്റെ സ്വത്തും പാരൻസിൻ്റെ സ്വത്തും എല്ലാം നീ തന്നെ എടുത്തോ, പക്ഷെ നീയും ഞാനും ഇനി ഒരിക്കലും ഒരു കുടുംബമേ അല്ല, എൻ്റെ കൺമുമ്പിൽ വരരുത്, ഇറങ്ങിപ്പൊക്കോളാൻ പറയുന്നുണ്ട്. അതും പറഞ്ഞ് പവാത്ത് കെമ്മികയുടെ ഫോട്ടോ നോക്കി കരയുന്നുണ്ട്. അതേസമയം അതേ സീനിൽ കെമ്മികേനെയും കാണിക്കുകയാണ്. കെമ്മികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പവാത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ കുറച്ച് കാലം കൂടെ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു, നീ പെട്ടെന്ന് മരിച്ചു പോയി എന്ന് കേട്ടപ്പോൾ ആ ഒരു ഷോക്കിൽ നീ പിടിച്ചിരിക്കാൻ പറ്റിയില്ല, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കേണ്ടായിരുന്നു എന്നൊക്കെ. അതൊന്നും പറയുന്ന പവാത്ത് കേൾക്കുന്നില്ല. അവൾ ജസ്റ്റ് ഇങ്ങനെ പറയുന്ന പോലെ കാണിക്കുന്നതാണ്. എന്തായാലും ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോഴത്തേക്കും കെമ്മിനാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ബോധം വരുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടെ കണ്ട് എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഭീമിനെ കാണുമ്പോൾ പവാത്തൊന്നും പറഞ്ഞിട്ട് ഹഗ് ചെയ്ത് കരയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അസമയം ഭീമ് പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ എന്നെ ഹഗ് ചെയ്ത് കരഞ്ഞോ, അതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നീയാണെങ്കിൽ ഒരു കാര്യം മറക്കരുത്, അതായത് ഈ ജന്മത്തിൽ നീ കെമ്മികയല്ല, ഞാൻ പവാത്തും അല്ല, കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞത് കഴിഞ്ഞു, ഈ ജന്മത്തിൽ നമ്മൾ വെറും അപരിചിത
അമേച്ചർ മാത്രമാണെന്ന്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പീം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയം കെമ്മാണെങ്കിൽ ഞാൻ ഉറങ്ങുന്നവരെ എനിക്കിവിടെ കൂട്ടിനിരിക്കാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പീം അവിടെ ഇരുന്നൊരു ബുക്കും വായിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. കെം ഉറങ്ങാനേ കിടക്കുന്നുണ്ട്. എന്നാൽ കെം ഉറങ്ങുന്നില്ല, പീമിനെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കാണ്. പീം അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ഉറങ്ങാൻ പറ്റുമോ, കണ്ണടച്ചാണെന്ന് ഉറങ്ങാനേ പറയുന്നുണ്ട്. ആ സമയം കെമ്മാണെങ്കിൽ നിങ്ങൾ എൻ്റെ കയ്യിലേക്കൊന്ന് പിടിക്കാവോ, ഒരിക്കൽ മാത്രം പ്ലീസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ പീമാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല. കെമ്മാണെങ്കിൽ അതുകൊണ്ട് എന്നെ കണ്ണടച്ച് ഉറങ്ങുന്നുണ്ട്. എന്നാൽ ശരിക്കും അവൻ ഉറങ്ങുന്നതിന് പകരം കരഞ്ഞുകൊണ്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. ഒരുപക്ഷെ അവൻ്റെ കഴിഞ്ഞ ജന്മമൊക്കെ കണ്ടതിൻ്റെ ആ ഒരു വിഷമത്തിലായിരിക്കും. എന്തായാലും അതും കൂടെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും പീമാണെങ്കിൽ പതുക്കെ ചെറുതായിട്ട് അവൻ്റെ കൈയൊന്ന് പിടിക്കുന്നുണ്ട്. കെമ്മാണെങ്കിൽ അത് കണ്ടിട്ട് ഷോക്കായിട്ട് പീമിനെ നോക്കുമ്പോൾ പീമ് പറയുന്നുണ്ട്, ഇനി അടുത്ത തവണ അങ്ങനെ ഞാൻ ചെയ്യത്തില്ല, ഇതിപ്പോൾ ഇത്തവണ മാത്രം പാവം എഴുതിയിട്ട് ഞാൻ വിടുന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത് ജെറ്റിൻ്റെയും ചാണിൻ്റെയും ബാക്കിയുള്ളവരെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അവരിപ്പോഴും അവർ 3 പയ്യന്മാരെ അന്വേഷിച്ച് നടക്കാണ്. ഇപ്പോൾ തന്നെ വെളുപ്പാങ്കാലം 4 മണി ആയിട്ടുണ്ടായിരുന്നു. എത്ര അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോ വഴിക്ക് വിടുന്നുണ്ട്. ആ സമയം ജെറ്റാണെങ്കിൽ ചാണിനോട് പറയുന്നുണ്ട്, നേരത്തെ കെമ്മിനെ കണ്ടുപിടിക്കാനായിട്ട് നീ ശ്രമിച്ചില്ലേ, അതുപോലെ ഒരിക്കൽ കൂടെ ട്രൈ ചെയ്ത് നോക്ക്, ഇവരും എവിടെയായിരിക്കും ഉണ്ടാവുക എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അത് വർക്കാവും എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കണ്ണടച്ച് ചിന്തിച്ച് നോക്കുന്നുണ്ട്. ആ സമയം ചാണിനാണെങ്കിൽ അവരെ 3 പേരും ബോഡി ഒരിടത്ത് കിടക്കുന്നതായിട്ട് ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അതുവഴി എന്ന് പറഞ്ഞിട്ട് ജെറ്റിനെയും കൊണ്ട് പോകുന്നുണ്ട്. ചെല്ലുമ്പോഴത്തേക്ക് 3 പേരെ ദേഹമൊക്കെ മുറിഞ്ഞ് ചോരയൊക്കെ വന്നിങ്ങനെ കിടക്കാണ്. അതിൽ 1-2 പേരെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഏതൊരു ആത്മാവുള്ളവരിലേക്ക് തോന്നുന്നുണ്ട്. എന്തായാലും പിന്നീട് ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരെ 3 പേര് വണ്ടി കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയം ജെറ്റാണെങ്കിൽ ചാണിൻ്റെ അടുത്ത് ഈ നടന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നിനക്ക് എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളാൻ പറയാണ്. ആ സമയം ചാണാണെങ്കിൽ ഇപ്പം എന്തായാലും വേണ്ട, നീ നല്ല ടയേർഡാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനും നല്ല ടയേർഡാണ്, ഇപ്പോൾ നമുക്ക് 2 പേർക്കും പോയി റെസ്റ്റ് എടുക്കാം, പിന്നീട് ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പോകാം, നീ കെമ്മിനെ വിളിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2 പേരും 2 വഴിക്ക് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ആ 2 പിള്ളേരായിട്ടുള്ള തോണിയും മീക്കിനെയാണ്. അവർ 2 പേരും ഇപ്പോൾ കെമ്മിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഡോറ് തുറന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. എന്നിട്ട് ചിരിച്ചിട്ട് 2 പേരും അവിടെ നിന്ന് വാങ്ങി പോകുന്നുണ്ട്. ആ ടൈമിലാണ് ജെറ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. ജെറ്റ് ഡോറ് തുറക്കാൻ നിൽക്കുമ്പോഴത്തേക്കും അവൻ കാണുന്നത് കെം ഉറങ്ങി കിടക്കുമ്പോൾ അവൻ്റെ കയ്യും പിടിച്ച് പീമും അവിടെ നിന്ന് ഉറങ്ങുന്നതാണ്. ഇത് കാണുമ്പോഴത്തേക്കും ജെറ്റിനും ചെറുതായിട്ട് ബ്ലഷ് ആവുന്നുണ്ട്. പോകുന്ന പോക്ക് കണ്ടിട്ട് അവരുടെ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ മിക്കവാറും ജെറ്റ് ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതേസമയം തന്നെ ആ പുച്ചോങ് എന്ന് പറഞ്ഞ അയാളെ കാണാനായിട്ട് ആ സ്ത്രീയുടെ ആത്മാവ് വന്നിട്ടുണ്ടായിരുന്നു. പുച്ചോങ് പറയുന്നുണ്ട്, നീയാണെങ്കിൽ അനുവാദമില്ലാതെയാണ് എൻ്റെ ഏരിയയിൽ കയറിയത് തന്നെ, എന്നിട്ട് എൻ്റെ ആൾക്കാരെ ഉപദ്രവിക്കാനായിട്ട് നീ നോക്കുന്നോ, നിന്നെ ഞാൻ എന്നെ അനുവദിക്കത്തില്ല, വെറുതെ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ആ ഒരു സ്ത്രീയുടെ ആത്മാവ് പറയുന്നുണ്ട്, പക്ഷേ എന്നോട് തെറ്റ് ചെയ്തവർക്ക് അതിനുള്ള കർമ്മ തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുതെന്നും. പുച്ചോങ് അപ്പോൾ അത് പറയാൻ നീ ആരാ, നീ എന്നെക്കാളും ശക്തിശാലിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ പവർ എന്തുമാത്രമാണെന്ന് അയാൾക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് കെമ്മാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉറക്കം എണീക്കുന്നുണ്ട്. പീമും ആ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കെമ്മ് പീമിനെ പവാത്തൊന്നിങ്ങനെ വിളിക്കുകയാണ്. എന്നാൽ പിന്നീട് ഐ എം സോറി മാസ്റ്റർ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം പീമാണെങ്കിൽ എഴുന്നേറ്റ് പോകാനായി നിൽക്കുകയാണ്. കെമ്മ സമയം രാത്രി മുഴുവൻ നിങ്ങൾ എൻ്റെ കൂടെ ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പീമാ സമയം അതെ, ഞാൻ എഴുന്നേറ്റ് പോകുമ്പോഴെങ്ങാനും ശബ്ദം കേട്ടിട്ട് നീ എഴുന്നേറ്റാരോ എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നേന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കെമ്മിനാണെങ്കിൽ ചെറിയൊരു സന്തോഷം വരുന്നുണ്ട്. എന്നാൽ പീമു പറയുന്നുണ്ട്, അത്രയ്ക്ക് ചിരിക്കുകയൊന്നും വേണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല ഇവിടെ കയറിയിരുന്നത്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നീ ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വാ, നമുക്കാണെങ്കിൽ ഒരിടം വരെ പോകാനുണ്ടെന്ന്. അങ്ങനെ അത് പറഞ്ഞ് പീമ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. കെമ്മ അവൻ്റെ തലേണയും പിടിച്ചിരുന്നിട്ട് ബ്ലഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കെമ്മിനെ വിളിച്ചുകൊണ്ട് പീമാണെങ്കിൽ പുറത്തേക്ക് വരാണ്. എന്നിട്ട് ചായോസിൻ്റെ ആത്മാവിന് വെച്ചിരുന്ന ആ ഒരു കുടം അതിങ്ങനെ തുറക്കുന്നുണ്ട്. ചായോസിൻ്റെ ആത്മാവ് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയം പീമാണെങ്കിൽ ഈ ജന്മത്തിലും നീ എങ്ങനെയാണ് ഇവനെ ഫോളോ ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തിയെന്ന് പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. കെമ്മിക മരിച്ചതിന് ശേഷം ചായോസ് ശരിക്കും ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ മനസ്സ് തുറന്ന് തന്നെ കരഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത ജന്മത്തിലും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം തരണം, പറ്റിയ എനിക്ക് അവളെ ഒന്നുകൂടെ കാണണമെന്നും ആഗ്രഹമുണ്ട്, അതിനുള്ളൊരു അവസരം നിങ്ങൾ തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവൻ ആത്മഹത്യ ചെയ്യാണ്. പിന്നീട് അവൻ്റെ ആത്മാവാണെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് കെമ്മികയുടെ ആത്മാവിനെ അവൻ കാണുന്നുണ്ട്. അവിടെ വെച്ചിട്ട് കെമ്മികയുടെ ആത്മാവിൻ്റെ അടുത്തേക്ക് എപ്പോഴും അവരെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പെണ്ണിൻ്റെ ആത്മാവുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടേ കാണുന്ന ആ ഒരു ആത്മാവ് വരെയാണ്. ആ ഒരു ആത്മാവ് വന്നിട്ട് കെമ്മികയുടെ അടുത്ത്, ഞാൻ നിന്നെ കൈ കിട്ടാനായിട്ട് നോക്കി നിൽക്കുമായിരുന്നു, നീ കാരണമാണ് ഞാൻ ഈ അവസ്ഥയിലായത്, നീ എന്നെ ഒത്തിരി ദ്രോഹിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം കെമ്മിക, നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവർ, നീ എന്താ അറിഞ്ഞൂടാത്ത പോലെ അഭിനയിക്കുകയാണോ, ക്രോങ് ക്വാനെന്നിങ്ങനെ വിളിക്കുകയാണ്. കെമ്മിക ഇപ്പോൾ നിങ്ങൾ ആരെയും ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് ആ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ, നീ എന്നെ എന്തുമാത്രം ദ്രോഹിച്ചു എന്നും നിനക്ക്
ഓർമ്മയില്ലേ എന്ന് ആ സ്ത്രീ ചോദിച്ചിട്ട് കെമ്മികയെ ആത്മാവിന് ഉപദ്രവിക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ചായോസ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവരെ തടയുന്നുണ്ട്. ആ സമയം സ്ത്രീ പറയുന്നുണ്ട്, ഈ ജന്മത്തിൽ ഇവക്ക് വേണ്ടപ്പെട്ടവരടുത്തുനിന്ന് ഇവളെ അകറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, എന്നാൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. നീ തന്നെ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി അവളെ കൊന്നു കളഞ്ഞില്ലേ. നീ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. പക്ഷെ നീ പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ടായിരുന്നു. കാരണം ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ നിനക്ക് വീണ്ടും പുനർജനിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. വേണമെങ്കിൽ ഒരു ആത്മാവായിട്ട് നീ എൻ്റെ കൂടെ കൂടിക്കോ, ഞാനാണെങ്കിൽ എൻ്റെ വേലക്കാരനായിട്ട് നിന്നെ നിർത്തിക്കോളാന്ന് പറയുന്നുണ്ട്. ആ സമയം ചായോസ് ആണെങ്കിൽ നിന്നെ പോലെ ഒരു വൃത്തിയായിട്ട് ആത്മാവിൻ്റെ കൂടെ നിൽക്കാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കെമ്മികയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ കെമ്മികയാണെങ്കിൽ നീ എന്തിനാ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു, എന്തിനെന്നെ പറ്റിച്ചു, എന്തിനാ നീ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അവൾ അവൻ്റെ ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം അവനാണെങ്കിൽ ഒരു കള്ള കത്ത് വെച്ചിട്ടാണ് പവാത്ത് മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവളെ മരണത്തിന് കാരണക്കാരനായത് അവൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതേസമയം ആ മറ്റേ സ്ത്രീയുടെ ആത്മാവാണെങ്കിൽ പറയുന്നുണ്ട് അവൻ്റെ അടുത്ത്, നിനക്കാണെങ്കിൽ ഇവളെ എല്ലാ ജന്മത്തിലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ, ഇവളെ എന്തായാലും ഞാൻ വെറുതെ വിടത്തില്ല. ചായോസ് ഉടനെ തന്നെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാനായി തുടങ്ങുന്നുണ്ട്. ഇനി എത്ര ജന്മങ്ങൾ വന്നാലും ഒരു ആത്മാവായി നിന്ന് കെമ്മികയുടെ കൂടെ തന്നെ കൂടി അവളെ എപ്പോഴും എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം, അതിനുള്ളൊരു വരം തരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിയുന്നതും ഉടനെ തന്നെ ചായോസിൻ്റെ ആത്മാവ് കെമ്മികയുടെ ആത്മാവുമായിട്ട് ജോയിൻ ചെയ്യാണ്. രണ്ടുപേരും ആത്മാക്കളും അവിടെ നിന്ന് ഒരുമിച്ച് വാങ്ങി പോകുന്നുണ്ട്. അങ്ങനെ പ്രസന്റിലേക്ക് വരുമ്പോൾ ചായോസ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ആ ഒരു സ്ത്രീയുടെ പേര് റാംബോ എന്നാണ്. അവളൊരു 4 സെഞ്ചുറിയോളം ഒരു ആത്മാവായിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ഭയങ്കര പവർഫുള്ളാണ്, എനിക്ക് അതിനെക്കുറിച്ച് അല്ലാതെ വേറൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കെമ്മിൻ്റെ മുന്നിൽ മുട്ടോതി നിന്നിട്ട് ഐ ആം സോറി, ഞാനാണെങ്കിൽ അങ്ങനെയൊക്കെ അന്ന് ചെയ്തു പോയത് നിൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണ്. പക്ഷേ ഞാൻ ഭയങ്കര സെൽഫിഷ് ആയിട്ടായിരുന്നു പെരുമാറിയത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നീ എൻ്റെ അടുത്ത് ക്ഷമിച്ചാലും ഇല്ലെങ്കിലും എന്ത് ശിക്ഷയാണെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. കെമ്മപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് ക്ഷമിച്ചു, നീ അതൊക്കെ വിട്ടേക്ക്. പിന്നെ നീയാണെങ്കിൽ ഇത്രയും വർഷം എന്നെ പ്രൊട്ടക്ട് ചെയ്തില്ലേ, അതിനും താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ചായോസ് അപ്പോൾ ഭീമിൻ്റെ അടുത്ത്, നീയാണെങ്കിൽ ഇവൻ ഈ ജന്മത്തിൽ നന്നായിട്ട് നോക്കിക്കോണം, നന്നായിട്ട് സ്നേഹിക്കണം, ഒരിക്കലും ഒരു ആപത്തിനും വിട്ടുകൊടുക്കരുത്, ഞാനെന്നാൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആത്മാവ് അവിടെ നിന്ന് മാങ്ങി പോകുന്നുണ്ട്. ആ സമയം ഭീമാണെങ്കിൽ നീയാണെങ്കിൽ പോകുന്ന ടൈമിനും എനിക്ക് കുറേ ജോലി ഏൽപ്പിച്ചിട്ടാണല്ലോ പോകുന്നത് എന്നിങ്ങനെ ചായോസിൻ്റെ ആത്മാവിനോട് പറയുന്ന പോലെ പറയുന്നുണ്ട്. കെമ്മും പറയുന്നുണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും ചായോസിന് നന്നായിട്ടൊന്ന് ജീവിക്കാൻ പറ്റട്ടെ എന്ന്. അതിനുശേഷം കെമ്മും പിന്നെ പീമും കൂടെ ആയിട്ട് ഫുഡ് കഴിക്കാനേ ഇരിക്കുന്നുണ്ട്. എന്നാൽ കെമ്മ് ഇങ്ങനെ പീമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പീമ് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കെങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റും, നിനക്കാണെങ്കിൽ വോളണ്ടിയർ ക്യാമ്പിന് വന്നെന്ന് പറഞ്ഞിട്ട് വേറെ ജോലിയൊന്നും ഇല്ലേ, തിരിച്ചങ്ങ് പോകാനൊരു സമയമായില്ലേ എന്നൊക്കെ. ആ സമയം കെമ്മ് നിങ്ങൾ എന്നെ വീണ്ടും ഒഴിവാക്കാൻ നോക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും പീമാണെങ്കിൽ ഞാൻ പിന്നെ വേറെ എന്താ ചെയ്യേണ്ടത്, ഞാനാണെങ്കിൽ ചായോസിൻ്റെ കാര്യത്തിൽ നിന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞില്ലേ, ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം പീമാണെങ്കിൽ അത് പിന്നെ എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നത് ആ നാംബോ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീയുടെ ആത്മാവാണ്, നമുക്കിപ്പോൾ മനസ്സിലായില്ലേ, അപ്പോൾ പിന്നെ അവർ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈമാണെങ്കിൽ എനിക്ക് അവരെ ഒതുക്കാൻ പറ്റത്തില്ല, അവരെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ചായോസിൻ്റെ കാര്യത്തിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത് തന്നെ ഞാനതുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ്, മറ്റൊന്നുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ എൻ്റെ മുത്തശ്ശന് കൊടുത്ത പ്രോമിസും ബ്രേക്ക് ചെയ്യാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല, ബാക്കി എന്താണെന്ന് വെച്ചാൽ നീ സ്വയം ഫേസ് ചെയ്തോ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ട് അകത്തുനിന്നൊരു കുടം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതാണെങ്കിൽ കെമ്മിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കെമ്മിൻ്റെ അമ്മയുടെ ആത്മാവായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് രാത്രിയാകുമ്പോഴത്തേക്കും കെമ്മിന് അവൻ്റെ അമ്മയുടെ ആത്മാവിനെ വിളിച്ച് സംസാരിക്കാനുള്ളതുകൊണ്ട് തന്നെ ജെറ്റാണെങ്കിൽ ഞാൻ പുറത്ത് കിടക്കാമെന്ന് പറഞ്ഞിട്ട് കെമ്മിന് ആ ബെഡ്റൂം മൊത്തം വിട്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജെറ്റ് പോയി കഴിയുമ്പോഴത്തേക്കും കെമ്മ് ഡോറൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അവൻ കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു കുടമൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അമ്മ ഇവിടെ ആരുമില്ല, പുറത്തേക്ക് വന്നോളാൻ പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ അമ്മയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. അവൻ എൻ്റെ അമ്മേനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ആത്മാക്കൾക്ക് വേണ്ടി കഴിക്കാനുള്ള ഫുഡൊന്നും പറഞ്ഞ് ഉണ്ടാക്കിയൊരു ഫുഡായിരുന്നു അത്. ഇവൻ തന്നെ ഇവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത് അമ്മ ഇതെല്ലാം കഴിക്കാനായി പറയുന്നുണ്ട്. കഴിച്ചിട്ട് അമ്മ പറയുന്നുണ്ട്, നിനക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനറിയാം, ഒരു ലവറിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ. ആ സമയം അവൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും കാലം എൻ്റെ മുന്നിൽ വരാതിരുന്നതെന്ന്. ആ സമയം അമ്മ പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ആകെ ഒരു അല്പ പവറേ ഉള്ളൂ, ഞാൻ നിൻ്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ നീ വലുതാവുന്നവരെ ഞാനിവിടെ ഉണ്ടാകത്തില്ലായിരുന്നു, അതിനു മുന്നേ ഞാൻ വാങ്ങി പോകാൻ സാധ്യത ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ മുന്നിൽ വരാത്തതെന്ന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കെമ്മാണെങ്കിൽ അവൻ്റെ അമ്മയുടെ മടിയിലാണ് ഉറങ്ങാനായി കിടക്കുന്നത്. ആ സമയം അമ്മ പറയുന്നുണ്ട്, മാസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷനില്ല, എന്തായാലും അവൻ നിന്നെ സംരക്ഷിക്കുമെന്ന്. ആ സമയം പക്ഷേ കെമ്മ് പറയുന്നുണ്ട്, ഇല്ല ഭീമനെ രക്ഷിക്കുമെന്ന് തോന്നുന്നില്ല, ആ ശാപത്തിൻ്റെ കാര്യത്തിൽ അവനൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. ആ സമയം അമ്മ ഇല്ല, നീ കുഞ്ഞായിരുന്നപ്പോഴും അവൻ നിന്നെ ഹെൽപ്പ് ചെയ്തല്ലേ, അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അതിന് ഞാനും ഭീമും മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ ആ കണ്ടിട്ടുണ്ട്, ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് മുമ്പ് കൊണ്ടുവന്നത് നിനക്ക് ഓർമ്മയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കെമ്മപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ഞാൻ ഭീമിനെ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ അന്ന് നിന്നെ രക്ഷിച്ചതും ഭീമാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടതാണ്, അവൻ്റെ പാരൻസ് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു ആത്മാവിൻ്റെ അടുത്തുനിന്ന് ഒരു പട്ടിക്കുട്ടിനെ രക്ഷിക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അവനെയാണെങ്കിൽ ഇവർ രക്ഷിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ശരിക്കും ആ ഒരു ആത്മാവിൻ്റെ അടുത്തുനിന്ന് അവനെ രക്ഷിച്ച് ഇവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് ഭീമായിരുന്നു. അന്നായിരുന്നു ഇവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. ആ നേരം കൊണ്ട് കെമ്മിൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കെമ്മാണെങ്കിൽ
ഭീമിനെ കണ്ടതുമില്ല. അങ്ങനെ ഇപ്പോൾ അമ്മ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായെന്ന് തന്നെ കെമ്മിന് മനസ്സിലാവുന്നത്. സമയം തന്നെ കെമ്മിൻ്റെ അമ്മയ്ക്ക് പോകാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു. അമ്മ പറയുന്നുണ്ട് എനിക്ക് പോകാനുള്ള സമയമായിന്ന്. അങ്ങനെ അവൻ പറയുന്നുണ്ട് അമ്മ പോകുന്നതിന് മുമ്പായിട്ട് കുഞ്ഞിലെ എനിക്ക് പാടി തന്ന പോലെ എന്തെങ്കിലും ഒരു പാട്ട് പാടി തരാമോന്ന്. അമ്മ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനെ മടി കിടത്തുന്നുണ്ട്, ഒരു പാട്ട് പാടുന്നുണ്ട്. അവൻ ഉറങ്ങുന്നുണ്ട്. അവൻ ഉറങ്ങിക്കഴിഞ്ഞതും അവൻ്റെ അമ്മയുടെ ആത്മാവ് അവിടെ നിന്ന് മാഞ്ഞു പോവാണ്. പിന്നീട് അടുത്ത ദിവസം രാവിലെ എന്തോ ഒരു പൂജാരികളൊക്കെ വന്നിട്ട് എന്തോ ഒരു പൂജ പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. കെമ്മിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം കെമ്മാണെങ്കിൽ എന്തൊക്കെയോ ഒരു പ്രാർത്ഥിച്ച വെള്ളം പോലത്തെ സംഭവമൊക്കെ എങ്ങോട്ടോ കൊണ്ട് ഒഴിച്ചിട്ട് അവൻ്റെ പാരൻസിന് നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ അവിടെ തന്നെയുള്ള ഒരു പട്ടിക്കുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ പട്ടിക്കുട്ടീനെയാണ് ആ കുഞ്ഞിലെ ഫ്ലാഷ് ബാക്കിൽ അവൻ ആത്മാവിൻ്റെ അടുത്ത് നിന്ന് രക്ഷിച്ചതും. അതേസമയം ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് ഭീമാണെങ്കിൽ അവൻ്റെ റൂമിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം രണ്ട് പിള്ളേരും കെമ്മിനൊന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഭീമിനോട് പറയുന്നുണ്ട്. ഭീം അപ്പോൾ അത് എതിർക്കുന്നൊന്നുമില്ല. അതിനുശേഷം ജെറ്റ് ഉറങ്ങുന്ന ടൈമിന് കെമ്മാണെങ്കിൽ ആ ഏരിയയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ശബ്ദം കേട്ടിട്ട് ജെറ്റ് എഴുന്നേൽക്കുന്നുണ്ട്. ഇപ്പം എന്നിട്ട് ഭയങ്കര ക്ലീനിങ് ആണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കെമ്മ് പറയുന്നുണ്ട് അത് പിന്നെ ബാക്കിയുള്ളൊരു വോളണ്ടിയർ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേക്കും ഞാൻ പോകുന്നില്ല, ഞാൻ മാസ്റ്ററിനോട് ചോദിച്ചിട്ട് ഇവിടെ തന്നെ നിന്നാലോ എന്ന് വിചാരിക്കുക. കാരണം മാസ്റ്റർ അത്ര ഭീകരനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, എനിക്കിവിടെ നിൽക്കണമെന്ന് ആഗ്രഹം, എൻ്റെ മനസ്സ് മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അതേക്കുമ്പോഴത്തേക്കും ജെറ്റാണെങ്കിൽ നിനക്കിത് പെട്ടെന്ന് എന്ത് പറ്റി, വല്ല ആത്മാവും കയറിയോ, എന്തൊക്കെയാണേലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ താമസിക്കാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഭീം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവനും ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇടുന്നവരെ ബൈ.